ഇന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ വന്നത്. അകത്തെ പ്രസന്ന പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഒരു വഴിപാടുണ്ടായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് ഒരു തുലാഭാരം നമ്മൾ നേർന്നിരുന്നു കുറച്ച് മാസം മുമ്പ്. അപ്പം അത് നടത്താനായിട്ടാണ് നമ്മൾ കൈരാതുപുരത്ത് വന്നിരിക്കുന്നത്. പ്രസന്ന പൂജ കഴിഞ്ഞിട്ടാണ് ഇവിടെ തുലാഭാരം തൂക്കുന്നത്. ശർക്കര വെച്ചിട്ടായിരുന്നു നമ്മൾ തുലാഭാരത്തിന് നേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശർക്കര നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു ചെയ്തത്. തുലാഭാരത്തിൻ്റെ വലത്തെ സൈഡിൽ നമ്മൾ വഴിപാട് നടത്തേണ്ട ആൾ ഇരിക്കുകയും അപ്പുറത്തെ ഇടത്തെ സൈഡിൽ നമ്മൾ എന്താണോ ഭഗവാന് തുലാഭാരം തൂക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുമാണ് കേട്ടോ വെക്കേണ്ടത്. കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. കാരണം ഇത്ര ആൾക്കാരെയൊക്കെ കണ്ടിട്ടായിരിക്കും. അങ്ങനെ ഒരു തരത്തിൽ പിന്നെയും പിടിച്ച് കിടത്തുവാണ്. പക്ഷേ ഒരു രക്ഷയില്ല. പുള്ളിക്കാരി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇങ്ങ് എടുക്കുമായിരുന്നു. തുലാഭാര തട്ടിന്ന് കുഞ്ഞാറ്റ എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരു കരച്ചിലും ഇല്ല കേട്ടോ. അത് കണ്ട് അപ്പൂസ് ഭയങ്കര ചിരിയായിരുന്നു. തുലാഭാരത്തിന് ശേഷം നമ്മൾ അകത്ത് കയറി ഭഗവാനെ തൊഴണം. അങ്ങനെ അകത്ത് കയറി തൊഴുത് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു.